ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഇവിടെയൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഈ കൂട്ടാകാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ് അനേകം വൈദികരും സന്യസ്തരും. ക്രിസ്തുവിൻ്റെ മുഖങ്ങളായി ഒരുപാട് പേരിലേക്ക് നന്മയുടെ വെളിച്ചമായി ഇറങ്ങിച്ചെന്ന് അവർക്കൊക്കെ കൂട്ടായി മാറിയ ഒരുപിടി വൈദികരെയും സന്യസ്തരെയും പരിചയപ്പെടുന്ന ഡിവൈൻ കോളിലേക്ക് സ്വാഗതം. ക്രൂശിതനു പിന്നാലെ തളരാതെ യാത്ര ചെയ്യുന്നവർ. ദൈവവിളിയുടെ മഹത്വം അനേകം ആലംബഹീനർക്ക് പകർന്നു നൽകുന്ന ജീവിതം. ഇത് മാനസിക രോഗികൾക്കും ആലംബഹീനർക്കും ആശ്രയമേകുവാൻ തൊടുപുഴ മൈലക്കൊമ്പിൽ പ്രവർത്തിക്കുന്ന ദിവ്യരക്ഷാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ ബെന്നി ഓടയ്ക്കൽ CSSR. ദിവ്യം ഫൗണ്ടേഷൻ എന്ന വലിയൊരു കൂട്ടായ്മ വഴി മദർ ആൻഡ് ചൈൽഡ് എന്ന പേരിൽ കുഞ്ഞുങ്ങൾക്കായി പ്രവർത്തിക്കുന്ന മറ്റൊരു ശുശ്രൂഷയും, മദ്യപാനികളെ നന്മയുടെ ലോകത്തിലേക്ക് നയിക്കാൻ പ്രവർത്തിക്കുന്ന പ്രത്യാശാഭവൻ എന്ന സ്ഥാപനത്തിലും അനേകം മക്കൾക്ക് തണലൊരുക്കുന്ന ബെന്നിയച്ചൻ താൻ നിർവഹിക്കുന്ന ഈ പ്രേഷിത വേലയുടെ മഹത്വവും ദൈവവിളിയുടെ ചൈതന്യവും നമ്മോട് പങ്കുവയ്ക്കുന്നു. പക്ഷേ ദിവ്യം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു സംരംഭമാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് അച്ഛൻ സ്വയം വന്ന് അച്ഛനെ പറ്റിയും കുടുംബത്തെ പറ്റിയും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഫാദർ ബെന്നി ഓടയ്ക്കൽ. ഞാനൊരു റിഡംട്രിസ്റ്റ് സഭാ വൈദികനാണ്. വീട് തൊടുപുഴ അടുത്ത് മൈലക്കൊമ്പ് ഇടവകയിൽ, കോതമംഗലം രൂപതയിലെ ഒരു ഇടവകയാണ് മൈലക്കൊമ്പ്. ചാച്ചനും അമ്മച്ചിയും ഞങ്ങൾ 10 മക്കളും. ചാച്ചൻ 22 വർഷങ്ങൾക്ക് മുൻപ് ക്യാൻസർ വന്ന് മരിച്ചുപോയി. അത് ഞങ്ങളൊക്കെ ആഴത്തിൽ ദുഃഖിപ്പിച്ച ഒരു സംഭവമായിരുന്നു. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ കുടുംബത്തെ, ചാച്ചൻ്റെ ജീവിതവും അമ്മച്ചിയുടെ ജീവിത മാതൃകയും മക്കളുടെയൊക്കെ ഒരു നല്ല ദൈവവിളിയും വ്യത്യസ്തങ്ങളായ ദൈവവിളിയും അതെല്ലാം ഞാൻ എന്നും അഭിമാനത്തോടു കൂടി കാണുന്നതാണ്. കുടുംബത്തെ 10 മക്കളുള്ളത് ഞങ്ങളുടെ കാലത്ത് അത്ര സാധാരണമായിരുന്നില്ല. ചാച്ചനെയൊക്കെ ഞങ്ങൾ ചാച്ചനെയും അമ്മച്ചയും കളിയാക്കി പറയുമായിരുന്നു. വളരെ ഫാമിലി പ്ലാനിങ് വളരെ നല്ല രീതിയിൽ ചെയ്തതാണ്. സൂസി, മേഴ്സി, ലിസി എന്ന മൂന്ന് പെങ്ങന്മാർ, പിന്നെ ഞങ്ങൾ 3 ആണുങ്ങൾ, ജോഷി, ടോമി, ബെന്നി, ഞാൻ. ഇളയ 3 പെങ്ങന്മാർ ബിന്ദു, സിന്ധു, അനു. ഏറ്റവും ഇളയ അനുജൻ അനീഷ്. അങ്ങനെ 9, 10 മക്കൾ. അച്ഛനിപ്പോൾ ആയിരിക്കുന്ന ശുശ്രൂഷ മേഖല നമ്മുടെ സഭയിലെ വൈദികർക്കൊക്കെ പല ശുശ്രൂഷകളുണ്ട്. ചിലർ വചനപ്രഘോഷകരാണ്, ചില ഇടവ ശുശ്രൂഷകളാണ്. അച്ഛനായിരിക്കുന്നത് പാവങ്ങളോട് പക്ഷം ചേരുന്ന ഒരു ശുശ്രൂഷ മേഖലയിലാണ്. അതിലും തീർച്ചയായിട്ടും അച്ഛൻ്റെ വാക്കുകളും സ്പഷ്ടമാണ്. അച്ഛൻ്റെ കുടുംബം അച്ഛന് മാതൃകയായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ അച്ഛാ? തീർച്ചയായിട്ടും ഞാനത് തന്നെയാണ്. എൻ്റെ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും അതോടൊപ്പം തന്നെ വല്യമ്മയുടെയും ജീവിത മാതൃക കാണിച്ചത്. ചാച്ചൻ അതിലൂടെ ഈ ഇടവകയിൽ പാവപ്പെട്ട ഒത്തിരിയേറെ കുടുംബങ്ങളെ വീട് വയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. സ്കൂളിലെ കുട്ടികളെ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. കുട മേടിച്ചും പുസ്തകം മേടിച്ചും. ആ നാളുകളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒത്തിരിയേറെ കുടുംബങ്ങൾ ചുറ്റുപാടും ഉണ്ടായിരുന്നപ്പം ചാച്ചൻ്റേതായ രീതിയിലും അതോടൊപ്പം തന്നെ മൈലക്കൊമ്പ് പള്ളിയോട് സഹകരിച്ച്, വിൻസെൻ്റ് പോൾ സൊസൈറ്റിയോട് സഹകരിച്ചുകൊണ്ട് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ചാച്ചന് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ സഹോദരങ്ങളെയും ഒത്തിരിയേറെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മാതാപിതാക്കൾ നൽകുന്ന വലിയ മാതൃക മക്കളുടെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വൈദിക വൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ അച്ഛൻ രൂപതാ വൈദികരൊന്നുമല്ല. അച്ഛൻ CSSR സഭയിൽ, റിഡംട്രിസ്റ്റ് സഭയിൽ, ദിവ്യരക്ഷാ സഭയിലെ അംഗമാണ്. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയാൽ സ്ഥാപിതമായ സഭയിലെ അംഗമാണ്. അച്ഛൻ്റെ ഈ സഭയെപ്പറ്റി ഒന്ന് പറയാമോ? സഭ കേരളത്തിൽ അധികം ആരും കേൾക്കാത്തൊരു സഭയാണ്. ഞങ്ങളുടെ സഭയെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ സാധാരണ ആളുകൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് പറയുന്നത്, ഞങ്ങളുടെ സഭയിൽ ഒരംഗമായിരുന്നു മരിച്ചുപോയ കർദിനാൾ വർക്കി വിധേയത്തിൽ പിതാവ്. വർക്കി വിധേയത്തിൽ പിതാവ് എന്നെ സെമിനാരിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രൊവിൻഷ്യലായിരുന്നു. ശരിക്കും എന്നെ വൊക്കേഷൻ പ്രൊമോഷനിൽ എന്നെ നോവിഷ്യേറ്റിലേക്ക് പ്രവേശിപ്പിച്ചത് വർക്കി വിധേയത്തിൽ പിതാവായിരുന്നു. എനിക്ക് പട്ടം തന്നത് വർക്കി വിധേയത്തിൽ പിതാവായിരുന്നു. കോൺഗ്രിഗേഷൻ്റെ ആരംഭം
അൽഫോൺസസ് ലിഗോരിയാൽ സ്ഥാപിതമായ കോൺഗ്രിഗേഷനാണ്. ഇറ്റലിയിൽ നേപ്പിൾസ് എന്ന സ്ഥലത്ത് ഞങ്ങളുടെ സഭ 1732 ആരംഭിച്ചു. കോൺഗ്രിഗേഷൻ്റെ ഒരു കാരിസം അല്ലെങ്കിൽ ഒരു പ്രത്യേക ദൗത്യം എന്ന് പറയുന്നത് പ്രീച്ചിങ് ദ ഗുഡ് ന്യൂസ് എസ്പെഷ്യലി ടു ദ പുവർ, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുക എന്ന വലിയൊരു ദൗത്യമാണ് ഞങ്ങളുടെ കോൺഗ്രിഗേഷനുള്ളത്. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ലോകത്തെ ഏകദേശം 80ഓളം രാജ്യങ്ങളിലുണ്ട്. അവിടെയെല്ലാം പ്രധാനമായിട്ട് വചനപ്രഘോഷണമാണ് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ സ്പെഷ്യൽ കാരിസം. ഇന്ത്യയിൽ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ തുടങ്ങിയത് 1947 ഐറിഷ് റിഡംട്രിസ്റ്റ് വൈദികരാണ് തുടങ്ങുന്നത്. ബാംഗ്ലൂർ ചെറിയ രീതിയിൽ തുടങ്ങി. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 300-ലധികം വൈദികർ ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളുമായിട്ട് ഞങ്ങളുടെ വൈദികരുണ്ട്. ഇന്ത്യയിൽ 3 പ്രോവിൻസ് ഉണ്ട്. ബാംഗ്ലൂർ പ്രോവിൻസും മുംബൈ ബോംബെ വൈസ് പ്രോവിൻസും കേരളത്തിൽ ലിഗോരി പ്രോവിൻസ് എന്നറിയപ്പെടുന്ന സീറോ മലബാർ സഭയുടെ കീഴിലുള്ള ലിഗോരി പ്രോവിൻസും. അങ്ങനെ കേരളത്തിൽ ഒരു പ്രോവിൻസും ഇന്ത്യയിൽ ടോട്ടലായിട്ട് 3 പ്രോവിൻസും ഉണ്ട്. ഞങ്ങളുടെ സഭയെക്കുറിച്ച് പറയുമ്പം അത് പൂർണ്ണമാകണമെങ്കിൽ നിത്യസഹായ മാതാവിനെക്കുറിച്ചും കൂടി പറയണം. മാർപ്പാപ്പ നിത്യസഹായ മാതാവിൻ്റെ ഒറിജിനൽ ഐക്കൺ ലൂക്കാസ് സുവിശേഷകൻ വരച്ചു എന്നറിയപ്പെടുന്ന ഒറിജിനൽ ഐക്കൺ ഞങ്ങളുടെ സഭയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, മാതാവിനെ ലോകം മുഴുവൻ അറിയിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം മാർപ്പാപ്പ ഞങ്ങളുടെ സഭയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ നിത്യസഹായ മാതാവിൻ്റെ ഒറിജിനൽ ഐക്കൺ ജനറലേറ്റിൽ, റോമിൽ ഞങ്ങളുടെ ജനറലേറ്റിൻ്റെ ചാപ്പലിൽ അതിൻ്റെ ഒറിജിനൽ ഐക്കണുണ്ട്. ലോകം മുഴുവൻ മാതാവിൻ്റെ ഭക്തി പ്രചരിപ്പിക്കുവാനായിട്ട് ജപമാലയിലൂടെയും നൊവേനുകളിലൂടെയും മാതാവിൻ്റെ ഭക്തി പ്രകടിപ്പിക്കുവാനായിട്ട് ലോകം മുഴുവൻ, പ്രത്യേകിച്ച് സിംഗപ്പൂർ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഞങ്ങളുടെ ദേവാലയങ്ങളിൽ ഈ ഒരു നൊവേന അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാ സുവിശേഷ പ്രഘോഷണങ്ങളിലും ഇടവക ധ്യാനങ്ങളിലും ധ്യാനം അവസാനിപ്പിക്കുന്നത് നിത്യസഹായ മാതാവിൻ്റെ ഒരു സന്ദേശം കൂടി നൽകിക്കൊണ്ടാണ്. ഉറപ്പായിട്ടും അച്ഛാ, പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും അച്ഛൻ്റെ സഭയ്ക്കും അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്കും ഉണ്ടെന്നുള്ളത് സ്പഷ്ടമാണ്. അങ്ങനെ അച്ഛൻ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയുമായിട്ട് 3-4 വർഷമായിട്ട് ദിവ്യം ഫൗണ്ടേഷന് നേതൃത്വം നൽകുകയാണ്. അതിനു മുൻപ് സെമിനാരിൽ ചേർന്ന് മുതൽ ഫോർമേഷൻ മുതൽ ഇവിടെ വരുന്നത് വരെയുള്ള അച്ഛൻ്റെ ശുശ്രൂഷ മേഖലകൾ എന്തൊക്കെയായിരുന്നു പറയാമോ? സെമിനാരിയിൽ ഞാൻ ചേർന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഞാൻ 10 വർഷം സെമിനാരി ഫോർമേഷനിലുണ്ടായിരുന്നു. 2000 എൻ്റെ പട്ടം കഴിഞ്ഞതിന് ശേഷം 1 വർഷത്തോളം ബോംബെയിൽ ഞങ്ങളുടെ ഒരു പാരീഷിലുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ച് വന്ന് കേരളത്തിൽ 1 വർഷം ഞങ്ങളുടെ പ്രസംഗ പരിശീലനമൊക്കെ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ ഞങ്ങളുടെ പ്രോവിൻസിൻ്റെ ഒരു ഭാഗമാണ്. 1 വർഷത്തോളം ഇടവകളിലെ ധ്യാന പ്രസംഗങ്ങൾ സീനിയർ അച്ഛന്മാരുടെ കൂടെ പോയി പരിശീലിച്ച് ധ്യാന പ്രസംഗങ്ങളിൽ പങ്കുചേർന്നു. ആ സമയത്താണ് കാനഡയിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ ഞങ്ങളുടെ പ്രോവിൻസിന് ലഭിച്ചത്. അവിടുത്തെ ഒരു പാരീഷിൽ സഹായിക്കുവാനായിട്ട് കേരളത്തിൽ നിന്നൊരു വൈദികനെ അയക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട്. എന്തുകൊണ്ടോ എൻ്റെ പ്രൊവിൻഷ്യൽ എന്നോട് ചോദിച്ചു. ഞാനന്ന് എനിക്ക് 30 വയസ്സേ ഉള്ളൂ. കാനഡയിൽ ഒരു പാരീഷ് മിനിസ്ട്രിക്ക് വേണ്ടി പ്രൊവിൻഷ്യൽ അച്ഛൻ എന്നെ അയച്ചു. ഞാൻ 2 വർഷം കാനഡയിൽ ന്യൂഫൺലാൻഡ് എന്ന ഒരു സംസ്ഥാനത്ത് സ്റ്റേറ്റിൽ ഒരു പാരീഷിലുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു മിനിസ്ട്രി ആയിരുന്നു അത്. എങ്കിലും എൻ്റെ ഉള്ളിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമെന്നും ഇന്ത്യയിൽ സേവനം ചെയ്യണമെന്നും പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛനോട് പറഞ്ഞ് പ്രൊവിൻഷ്യൽ അച്ഛൻ വേറെ ഒരു വൈദികനെ കാനഡയ്ക്ക് അയക്കുകയും ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഞാൻ നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം 2 വർഷം ഞാൻ യൂത്ത് മിനിസ്ട്രിയിൽ വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവായി. ഞങ്ങളുടെ പ്രോവിൻസിൽ ഒരു യൂത്ത് മിനിസ്ട്രി ഡെവലപ്പ് ചെയ്യാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ആ സമയത്താണ് വീണ്ടും ഒരു ഫോറിൻ ഇൻവിറ്റേഷൻ, ഒരു പാരീഷ് മിഷൻ കോപ്പൻഹേഗനിൽ ഡെൻമാർക്കിൽ ഒരു പാരീഷിൽ ഞങ്ങളുടെ തന്നെ റിഡംപ്റ്ററിസ് പാരീഷിൽ സഹായിക്കുവാനായിട്ട് ഒരാൾ വിളിച്ചു. അന്നേരം വേറെ ഒരു പ്രൊവിൻഷ്യലായിരുന്നു ഞങ്ങളുടേത്. ഞാൻ ആ പ്രൊവിൻഷ്യൽ അച്ഛനോട് പറഞ്ഞു, എന്നെ അയക്കാതെ വേറെ ആരെങ്കിലും അയക്കുമോ എന്ന് ചോദിച്ചു. അച്ഛൻ കോപ്പൻഹേഗനിലെ പ്രൊവിൻഷ്യലുമായിട്ട് സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു,
അത് ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ നമ്മുടെ പള്ളിയിലുണ്ട്. അതുകൊണ്ട് ഒരു ഫോറിൻ എക്സ്പീരിയൻസ് ഉള്ള വൈദികരെ ആരെങ്കിലും അയക്കണമെന്ന് അവർ നിർബന്ധം പറഞ്ഞു. അതുകൊണ്ട് എന്നോട് പോകാമെന്ന് ചോദിച്ചു. ഞാൻ നാട്ടിൽ നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ പ്രൊവിൻഷ്യൽ അച്ഛനോട് ഓക്കെ പറയുകയും അതിനുശേഷമുള്ള 9 വർഷം ഞാൻ കോപ്പൻഹേഗനിൽ ഞങ്ങളുടെ തന്നെ ഒരു റിഡംപ്റ്ററിസ് പാരീഷിലായിരുന്നു. 2015 ഞാൻ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് അച്ഛൻ ഈ ഒരു ശുശ്രൂഷ മേഖലയിൽ തൊടുപുഴയ്ക്കടുത്തുള്ള മൈലക്കൊമ്പിലെ ദിവ്യം ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഈ ഒരു ബൃഹത്തായ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് മുൻപ്, അതിൻ്റെ ശുശ്രൂഷകളെ പറ്റി പറഞ്ഞതിന് മുമ്പ് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് അച്ഛാ ദിവ്യം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്? ദിവ്യം ഫൗണ്ടേഷൻ അതിൻ്റെ ഒരു ഫുൾ ഫോം ഡെവലപ്മെൻ്റൽ ഇനിഷ്യേറ്റീവ് ഫോർ വൾണറബിൾ യൂത്ത് ആൻഡ് അബാൻഡൻഡ്. സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുവാനായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ദിവ്യം ഫൗണ്ടേഷൻ. ദിവ്യം ഫൗണ്ടേഷൻ ഞാൻ ആരംഭത്തിൽ പറഞ്ഞിരുന്നു 4 വർഷങ്ങൾക്ക് മുൻപ് മൈലക്കൊമ്പിൽ തന്നെ ആരംഭിച്ചു. അത് ആരംഭിക്കുവാനായിട്ടുള്ളൊരു കാരണവും ഞാൻ ഡെൻമാർക്കിൽ നിന്ന് തിരിച്ചു വന്നപ്പം പ്രൊവിൻഷ്യൽ അച്ഛനോടും കോതമംഗലം രൂപതയുടെ പിതാവിനോടും ഒരു സ്പെഷ്യൽ പെർമിഷൻ ചോദിച്ചുകൊണ്ട് സാധുക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുവാനായിട്ട് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ ഒരു സോഷ്യൽ മിനിസ്ട്രി വിങ് ആയിട്ട് ഒരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹം മനസ്സിലുദിച്ചു. അങ്ങനെ പ്രൊവിൻഷ്യൽ അച്ഛൻ്റെ അനുവാദത്തോടു കൂടിയും കോതമംഗലം പിതാവിൻ്റെ അനുഗ്രഹത്തോടും കൂടി ദിവ്യം ഫൗണ്ടേഷൻ എന്നൊരു സൊസൈറ്റി 2017 ആരംഭിച്ചു. തൻ്റെ മഹത്വമേറിയ ദൈവവിളിയുടെ ചൈതന്യത്തെ ഉൾച്ചേർത്ത് അനേകം രോഗികൾക്കും ആലംബഹീനർക്കും ആശ്രയമേകുന്ന ദിവ്യരക്ഷാലയത്തിൻ്റെ വിവിധ ശുശ്രൂഷകൾ. തെരുവിൽ ഉപേക്ഷിക്കപ്പെടുകയും കുടുംബങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന രോഗികളായ അനേകം ജീവിതങ്ങൾക്ക് ഇവിടെ തണലൊരുക്കുന്നു. അവരെ പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കുന്നു. കിടപ്പുരോഗികളടക്കം 400ഓളം പേർ ഇവിടെ പരിപാലിക്കപ്പെടുന്നു. അച്ഛാ 2017 ദിവ്യ ഫൗണ്ടേഷൻ ആരംഭിച്ചു എന്നുള്ളപ്പോൾ തന്നെയും ഈ ദിവ്യ ഫൗണ്ടേഷൻ പെട്ടെന്നൊരു ദിവസം ആരംഭിച്ച ഒന്നല്ല. ഇതിൻ്റെ പുറകിൽ വർഷങ്ങളുടേതായിട്ടുള്ളൊരു ചരിത്രമുണ്ട്. അതെന്താണ് അച്ഛൻ ദിവ്യ ഫൗണ്ടേഷൻ ആരംഭിക്കുമ്പോൾ ഇത് പല ബഹുമുഖമായിട്ടുള്ള പല കാര്യങ്ങളെയും ഒന്നിച്ചു ചേർക്കുക കൂടിയാണ് ചെയ്തത്. അതിൽ അച്ഛൻ്റെ കുടുംബത്തിൻ്റെ സ്വാധീനമുണ്ട്, പലതുമുണ്ട്. അപ്പോൾ ആ ഒരു ഹിസ്റ്ററിയും കൂടെ അച്ഛനൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും പെട്ടെന്ന് മുളച്ചു പൊങ്ങിയ ഒന്നല്ല ദിവ്യം ഫൗണ്ടേഷൻ. എൻ്റെ ജീവിത വീക്ഷണങ്ങളുടെയും എൻ്റെ ഒരു കോൾ വിതിൻ ദ കോൾ എന്ന് വേണേൽ പറയാം. എൻ്റെ ഉള്ളിൽ തോന്നിയ ചില പ്രചോദനങ്ങളിലൊക്കെ ഒത്തിരി വലിയൊരു ബാക്ക്ഗ്രൗണ്ടും ഒത്തിരിയേറെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ ദിവ്യം ഫൗണ്ടേഷന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയം മുതൽ എനിക്കുള്ളൊരാഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ സെമിനാരിയിൽ ചേരുമ്പോൾ തന്നെയുള്ളൊരാഗ്രഹമായിരുന്നു പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത്. എൻ്റെ വിളിയുടെ ഒരു ഭാഗമായിട്ട് ഞാൻ അന്നും ഇന്നും അതിനെ കാണുകയാണ്. ഞാൻ സെമിനാരിയിൽ ചേർന്നപ്പോൾ ഞാൻ പറഞ്ഞു 10 വർഷം ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ സെമിനാരി ഫോർമേഷൻ കഴിയുന്നതിന് മുൻപ്, എൻ്റെ ഓർഡിനേഷന് മുൻപ് ഞാൻ എൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛനോട് ഒരു സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് 6 മാസം എൻ്റെ ഡയക്കനേറ്റിന് മുൻപ് 6 മാസം തീർത്തും വേദന അനുഭവിക്കുന്നവരുടെ കൂടെ പ്രവർത്തിക്കുവാനായിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ പെർമിഷൻ ചോദിച്ചു. അതിന് പ്രൊവിൻഷ്യൽ അച്ഛൻ ഇച്ചിരി വൈമുഖ്യം കാണിച്ചുവെങ്കിലും അവസാനം അതിന് സമ്മതിക്കുകയും ഞാൻ 2 മാസം അരുണാചൽ പ്രദേശിൽ ആദിവാസികളുടെ കൂടെ ഒരു ക്ലറീഷ്യൻ മിഷൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു കസിൻ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ കൂടെ കാട്ടിൽ ആദിവാസികളുടെ കൂടെ 2 മാസം താമസിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ച് ഹൈദരാബാദിൽ ഒരു ചേരി പ്രദേശത്ത് ഒരു പീപ്പിൾസ് ഇനീഷ്യേറ്റീവ് നെറ്റ്വർക്ക്, അങ്ങനെ ഒരു NGOയുടെ കൂടെ 2 മാസം ചേരി പ്രദേശത്ത് ചേരി നിവാസികളുടെ കൂടെ ജീവിച്ചു. തിരിച്ച് അവസാനത്തെ 2 മാസം
ഞാൻ മൈലക്കൊമ്പിൽ എൻ്റെ കുടുംബാംഗങ്ങൾ ആരംഭിച്ച ചില ശുശ്രൂഷ മേഖലകളുണ്ടായിരുന്നു. അന്ന് ദിവ്യരക്ഷാലയം എന്നൊരു സ്ഥാപനം, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പം ദിവ്യരക്ഷാലയത്തിൽ ഞാൻ 2 മാസം സേവനം അനുഷ്ഠിച്ചു. അപ്പം എൻ്റെ ജീവിതത്തിൽ എന്നും ഉള്ളൊരു ആഗ്രഹമായിരുന്നു സാധുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ എൻ്റെ ജീവിത എക്സ്പീരിയൻസും ആ രീതിയിലായിരുന്നു. വീണ്ടും സാധുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും പ്രൊവിൻഷ്യൽ അച്ഛൻ എന്നെ അയച്ചത് അധികം സാധുക്കളില്ലാത്ത കാനഡയിലേക്കും ഡെൻമാർക്കിലേക്കൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ അവിടെയും എൻ്റെ ഒരു ആഗ്രഹം ഒരിക്കലും ഉപേക്ഷിച്ചില്ല. അവിടെ ആയിരുന്നപ്പോഴും, ഞാൻ കാനഡയിലും ഡെൻമാർക്കിലും ആയിരുന്നപ്പോഴും സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ട വേദന അനുഭവിക്കുന്ന വ്യക്തികളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ടുള്ള അവസരങ്ങൾ ഞാൻ തീർച്ചയായിട്ടും വിനിയോഗിച്ചിട്ടുണ്ട്. പ്രിസൺ മിനിസ്ട്രി, ഞാൻ ഡെൻമാർക്കിലും കാനഡയിലും ആയിരുന്നപ്പം പ്രിസൺ ചാപ്ലിനായിരുന്നു. ഹോസ്പിറ്റൽ ചാപ്ലൻസി എൻ്റെ ജീവിതത്തിൻ്റെ മിനിസ്ട്രിയുടെ ഭാഗമായിരുന്നു. യൂത്ത് മിനിസ്ട്രി എൻ്റെ മിനിസ്ട്രിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സമ്മറിയാണ് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുവാനായിട്ട്, ഒരു സൊസൈറ്റി ഫോം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചതും. അങ്ങനെ ദിവ്യം ഫൗണ്ടേഷൻ എന്ന സോഷ്യൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി 2017 ആരംഭിച്ചു. അച്ഛൻ പറഞ്ഞതിൻ്റെ അകത്ത് ഒരുപാട് സബ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കിടക്കുവാണ്. ഒന്നാമത്തേത് അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ ഡയക്കനേറ്റിന് മുമ്പുള്ള 6 മാസം അച്ഛൻ ശുശ്രൂഷ ചെയ്ത മേഖലകളിൽ. അതിൽ തന്നെ 2 കാര്യങ്ങൾ. ഒന്ന്, അരുണാചൽ പ്രദേശിലെ കാട്ടിലെ ആൾക്കാരോട് ശുശ്രൂഷ ചെയ്തു എന്ന് പറയുന്നു. ശേഷം ബോംബെയിലെ ചേരി പ്രദേശങ്ങൾ ശുശ്രൂഷ ചെയ്തു വരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ ഒരു വൈദിക വിദ്യാർത്ഥിയെ ശുശ്രൂഷ ചെയ്തപ്പോൾ അച്ഛന് കിട്ടിയ ഒരു തിരിച്ചറിവുകൾ എന്തൊക്കെയാണ്? ഈ 2 എക്സ്ട്രീമുകളിലും നമ്മുടേതായിട്ടുള്ള കേരളത്തിൻ്റെതായ ചുറ്റുപാടുകളിൽ നിന്ന് കടന്നു ചെല്ലുന്ന ഒരു 10-25 വയസ്സുള്ളൊരു യുവാവ് എന്ന രീതിയിൽ ആയിരിക്കുമ്പോൾ. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് വേണേൽ പറയാം. എൻ്റെ പ്രീസ്ലി ഫോർമേഷനെ ഫോം ചെയ്യുവാനായിട്ട് ആ 6 മാസം വളരെയേറെ എന്നെ സഹായിച്ചു. ഈ കാട്ടിലെ ആദിവാസികളുടെ ഇടയിൽ താമസിച്ചപ്പം ഞാൻ ശരിക്കും ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംസ്ഥാനമുണ്ട് എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അത്രമാത്രം പ്രിമിറ്റീവായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു ജനസമൂഹം. ഇന്നിപ്പം അവിടെ ഒത്തിരിയേറെ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇത് 22 വർഷങ്ങൾക്ക് മുൻപാണ്. 22 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ജോയിൻ ചെയ്തതും ക്ലറീഷ്യൻ ഫാദേഴ്സും അഡോറേഷൻ സിസ്റ്റേഴ്സും കൂടി ജോയിൻ്റായിട്ട് ആദ്യമായിട്ട് ഒരു അല്പം പോലും ഡെവലപ്മെൻ്റ് ഇല്ലാത്ത ഒരു പ്രദേശത്ത് ആരംഭിച്ച ഒരു മിഷനിലാണ് ഞാൻ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ആ കാട്ടിലൂടെയുള്ള യാത്രയും അവിടെയുള്ള ആദിവാസികളുടെ കൂടെയുള്ള ജീവിതവും അവരുടെ ദാരിദ്ര്യവും അവരുടെ അറിവില്ലായ്മയും അവിടെ കത്തോലിക്ക സഭയുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ, ഈ 22 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കഴിഞ്ഞ മാസം എൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന വൈദികനുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അവിടെ ഹെൽത്ത് കെയർ മേഖലയിലും എഡ്യൂക്കേഷൻ മേഖലയിലും ഈ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും നൽകുവാൻ സാധിച്ച അനുഭവം എന്ന് പറയുന്നത് വലിയ ഒരു ഡെവലപ്മെൻറ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഹൈദരാബാദിൽ ചേരി പ്രദേശത്തുണ്ടായിരുന്നപ്പോഴും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കത് അങ്ങനെയൊക്കെ സാധിച്ചു എന്ന് പലപ്പോഴും ഞാൻ വണ്ടർ ചെയ്തിട്ടുണ്ട്. കാരണം അത്രമാത്രം താഴെ തട്ടിലുള്ള ആളുകളുടെ കൂടിയായിരുന്നു അന്ന് ജീവിച്ചത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വിഷമിക്കുന്ന, തെരുവിൽ അലഞ്ഞ് ഭിക്ഷയാചിക്കുന്ന, അല്ലെങ്കിൽ ഡെയിലി വേജ് എന്ന് പറയുമ്പം ഒത്തിരിയേറെ ചൂഷണം ചെയ്യപ്പെടുന്ന, അങ്ങനെ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു ജനസമൂഹത്തിൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവം തന്നെയായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കുന്നില്ല, ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം എൻ്റെ ശരീരത്തിൽ മുഴുവൻ ഈ ചേരി പ്രദേശത്തുണ്ടായിരുന്ന ഒരു തരം ബഗ്സ്, ഒരു തരം മൂട്ട എൻ്റെ ശരീരം മുഴുവനുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പം ഒരു 2-3 ദിവസം എടുത്തു എൻ്റെ ശരീരത്തെ ഒന്ന് ശുദ്ധീകരിക്കുവാനായിട്ട്. പക്ഷേ മനസ്സിന് അത് നൽകിയ ഒരു ആനന്ദവും ഒരു ജീവിതത്തിന് അത് നൽകിയ ഒരു എക്സ്പീരിയൻസും അത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അച്ഛനിത് പറയുമ്പം വളരെയധികം കംഫർട്ട് സോണിലായിരിക്കുന്നവരാണ് വൈദികരെന്നതിനൊക്കെ, അങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകൾക്കൊക്കെ അപവാദമാണ് അച്ഛൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും. അച്ഛൻ ഇങ്ങനെ ഡയക്കനേറ്റിന് മുമ്പൊക്കെ ഈ 6 മാസം ചോദിച്ചു വാങ്ങിക്കുമ്പോൾ അച്ഛന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്തായിരിക്കാം. അങ്ങനെ ഒരു ചോയ്സും അച്ഛനുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അപ്പോഴും ഇപ്പോഴും ഈ പാവങ്ങളോട് പക്ഷം ചേരാൻ അച്ഛൻ ഒരു താല്പര്യം കാണിക്കുന്നത്? എനിക്ക് തോന്നുന്നു അതിനൊക്കെ കുടുംബത്തിൻ്റെ വലിയൊരു സ്വാധീനമുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ മാതാപിതാക്കളെക്കുറിച്ചും വല്യമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞു.
അപ്പോൾ എനിക്ക് തോന്നുന്നു കൊച്ചു പ്രായത്തിൽ കിട്ടുന്ന ഓരോ അനുഭവങ്ങൾ ജീവിതത്തിൽ എന്നും ജീവിതത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഡയക്കനേറ്റിന് മുൻപ് അല്ലെങ്കിൽ എൻ്റെ തിയോളജിയുടെ അവസാനം ഇങ്ങനെ ഒരു സ്പെഷ്യൽ പെർമിഷനോട് കൂടി ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കാനായിട്ടുള്ള അന്ന് ആ കാലത്തെ ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന്, കുറേ ആദർശങ്ങൾ, അന്ന് 27-28 വയസ്സ്, കുറേ ആദർശങ്ങൾ മനസ്സിൽ താലോലിച്ച് കൊണ്ടു നടക്കുന്ന കാലം. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ആ നാളുകളിലാണ് എൻ്റെ കുടുംബത്തിൽ പ്രത്യേക ഒരു ദൈവവിളി ഉണ്ടാവുകയും കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ സാധുക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് മാനസിക രോഗികൾക്ക് വേണ്ടി ഒരു ശുശ്രൂഷ മേഖല മൈലക്കൊമ്പിൽ ആരംഭിക്കുന്നത്. അതിനെക്കുറിച്ച് ഒന്ന് അതുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പം ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു ജീവിത രീതി തിരഞ്ഞെടുത്തു എന്നുള്ളതിനൊരു കണക്ഷൻ കൂടിയാകും. ഞാൻ അവധിക്ക് വരുമ്പോൾ കാണുന്നത് എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ അന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞ് ഇരിക്കുന്ന സമയം ചേട്ടന് ഉള്ളിലൊരു ദൈവവിളി വീണ്ടും കുടുംബത്തിൽ എല്ലാവർക്കും ആ ഒരു സാധുക്കളോടുള്ളൊരു അനുകമ്പ ഉള്ളതായിട്ടിപ്പം 22 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പം തമ്പുരാൻ കുടുംബത്തെ വലിയ രീതിയിൽ വളർത്തിയെന്നും ആ തമ്പുരാൻ്റെ വിളിയോട് പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ അതിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വേദനിക്കുന്നവർക്കുണ്ടായി എന്നുള്ളൊരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ജീവിതത്തിലുണ്ട്. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്ന ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നുപോയെന്ന്. എന്നെ ഒത്തിരിയേറെ ദുഃഖിപ്പിച്ച ഒരു കാര്യമായിരുന്നു സെമിനാരിയിൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ സെമിനാരിയിൽ നിന്ന് തിരിച്ചു വരുന്നൊരു സാഹചര്യം. സെമിനാരിയിൽ ഒരു മോഡൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒത്തിരിയേറെ പ്രതീക്ഷയോടുകൂടി ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ ജ്യേഷ്ഠൻ്റെ ഓർഡിനേഷന് വേണ്ടി കാത്തിരിക്കുന്നു. ആ സമയത്താണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജ്യേഷ്ഠൻ സെമിനാരിയിലും തിരിച്ചു പോരുന്നതും. തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ, പേര് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്, എൻ്റെ നേരെ മൂത്ത ചേട്ടൻ്റെ പേര് ടോമിയുടെ മൂത്തതാണ് ജോഷി ഞാനും അന്ന് റിഡംപ്റ്ററിസ്റ്റ് കോൺഗ്രിഗേഷനിൽ ബാംഗ്ലൂർ സെമിനാരിയിൽ പഠിക്കുന്നു. ജോഷിയുടെ 3rd ഇയർ തിയോളജി, എൻ്റെ 1st ഇയർ തിയോളജി. ആ സമയത്താണ് ജോഷി സെമിനാരിയിൽ തിരിച്ചു പോരുന്നത്. പക്ഷേ ജോഷി തിരിച്ചു വരുന്നതിന് മുൻപ് ഞാനും ജോഷിയും, അതോടൊപ്പം തന്നെ മറന്നു പോകരുതാത്തൊരു കാര്യം, എൻ്റെ നേരെയുള്ള പെങ്ങൾ ബിന്ദു അന്ന് ബാംഗ്ലൂർ നേഴ്സിംഗിന് പഠിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും അവധിക്ക് നാട്ടിൽ വരുമ്പോൾ കാണുന്നത് എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ 2 മാനസിക രോഗികളെ വീട്ടിൽ താമസിപ്പിച്ചുകൊണ്ട് എൻ്റെ കാരണവന്മാരും മറ്റ് സഹോദരങ്ങളും ഈ 2 മാനസിക രോഗികളെ വീട്ടിൽ ശുശ്രൂഷിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെയും പിന്നിലൊരു കഥയുണ്ട്. ടോമിക്ക് കിട്ടിയ, എൻ്റെ നേരെ മൂത്ത ചേട്ടന് കിട്ടിയ ഒരു ദൈവവിളിയുടെ ഭാഗമാണത്. ടോമിയും കുറച്ച് നീണ്ട കഥയാണ്, ചുരുക്കി പറയുകയാണെങ്കിൽ ടോമിയും കുറച്ച് കൂട്ടുകാരും കൂടി തൊടുപുഴ ടൗണിലും വാഴക്കുളം ടൗണിലും അലഞ്ഞു നടന്നിരുന്ന 2 മാനസിക രോഗികളെ ഒരു സൈക്യാട്രിക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആ 2 പേഷ്യൻസിനെയും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെ പറഞ്ഞു വിടുവാനായിട്ട് ഇടമില്ല, തെരുവ് മാത്രമേ അവർക്ക് ഇടമുള്ളൂ. അപ്പോൾ വലിയൊരു ചോദ്യം ടോമിയുടെ ജീവിതത്തിൽ, ഒരു വെല്ലുവിളി ടോമിയുടെ ജീവിതത്തിലുണ്ടായി. ഇവരെ തെരുവിലേക്ക് തിരിച്ചു വിടണമോ? അതിന് മനസ്സനുവദിക്കാത്തത് കൊണ്ട് ടോമി വേറെ ഓപ്ഷൻ അന്വേഷിച്ചു. ആ ഓപ്ഷൻ അവസാനിച്ച് ഞങ്ങളുടെ കുടുംബത്തിലാണ്. ചാച്ചനോടും അമ്മച്ചിയോടും ചോദിച്ചു, ഈ 2 രോഗികളെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ? അതൊരു വലിയൊരു തീരുമാനമായിരുന്നു, ഒരു തുടക്കവുമായിരുന്നു. ചാച്ചനും അമ്മച്ചിയും അവരുടെ വലിയ നന്മയിൽ പറഞ്ഞു അവരെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന്. അങ്ങനെ തെരുവിൽ ജീവിച്ചിരുന്ന മണിയെയും വാസുവിനെയും 2 മാനസിക രോഗികളെ വീട്ടിൽ താമസിപ്പിച്ച് തുടങ്ങിയതാണ് കുടുംബത്തിലെ ഒരു ആതുര സേവന ശുശ്രൂഷ. അത് ചെറിയ രീതിയിൽ തുടങ്ങിയെങ്കിലും തമ്പുരാൻ പിന്നീട് വലിയ രീതിയിൽ വളർത്തി. അപ്പോൾ ടോമിക്ക് അന്നുണ്ടായിരുന്ന ഒരാഗ്രഹമായിരുന്നു ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങുക എന്നുള്ളത്. പക്ഷേ ടോമി അന്ന് 22-23 വയസ്സ്. ടോമി ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ ആയിട്ട് ആർക്കും സാധിക്കുന്നില്ല. ഒരു നല്ലൊരു വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്ക് പോകേണ്ട ചെറുപ്പക്കാരും 2 മാനസിക രോഗികളെയും ശുശ്രൂഷിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്നു. അതൊന്നും ആർക്കും ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. എങ്കിലും എന്തൊക്കെയോ ഒരു തമ്പുരാൻ്റെ ഒരു വലിയൊരു പദ്ധതി അതിലുണ്ട് എന്നെല്ലാവരും ചിന്തിച്ചിരുന്നുവെങ്കിലും ഇങ്ങനെയുള്ള 2 പേരെ, അപ്പോൾ ടോമി അന്നും ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ തുടങ്ങണം. ഈ 2 പേരെ എങ്ങനെ സംരക്ഷിക്കും, എവിടെ സംരക്ഷിക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് വളരെ അവിചാരിതമായിട്ട് ജോഷി സെമിനാരിയിൽ തിരിച്ചു പോരുന്നതും
ജോഷിയും ടോമിയും കൂടി ഇങ്ങനെയുള്ള ശുശ്രൂഷ നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങളുടെ പേരൻസിനോട് അനുവാദം ചോദിക്കുന്നതും, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, തറവാടിൽ നിന്ന് അല്പം മാറി ഒരു 3.5 ഏക്കർ സ്ഥലവും ഒരു കൊച്ചു വീടും ഉണ്ടായിരുന്നു. ആ കൊച്ചു വീട് റെനോവേറ്റ് ചെയ്ത് ജോഷിയും ടോമിയും കൂടി ഈ കൊച്ചു വീട്ടിലേക്ക് 2 മാനസരോഗികളുമായിട്ട് താമസം മാറ്റുകയും ആ ശുശ്രൂഷയെ ദൈവം ഇന്ന് വലിയ രീതിയിൽ വളർത്തുകയും ചെയ്തു. 25 വർഷമായി ദിവ്യരക്ഷാലയം ആരംഭിച്ചിട്ട്. ദിവ്യരക്ഷാലയം എന്ന പേരും ജോഷി സെമിനാരിയിൽ നിന്ന് പോന്നപ്പം ജോഷിക്ക് ഞങ്ങളുടെ കോൺഗ്രിഗേഷനിലോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഭാഗമാണ് ദിവ്യരക്ഷക സഭയിൽ തിരിച്ചു വന്നപ്പം ദിവ്യരക്ഷാലയം എന്നൊരു പേര് ഈ സ്ഥാപനത്തിന് കൊടുക്കുകയും ഈ 2 പേരുമായിട്ട് ആരംഭിച്ചുവെങ്കിലും വീണ്ടും തെരുവിൽ അലഞ്ഞു നടന്നിരുന്ന ഒത്തിരിയേറെ ആളുകളെ, 90കളിൽ ഒത്തിരിയേറെ ആളുകൾ തെരുവിൽ അലഞ്ഞു നടക്കുന്ന ഒരു കാലമാണ്. തൊടുപുഴ മേഖലയിൽ നിന്ന് തെരുവ് അലഞ്ഞു നടന്നിരുന്ന മാനസരോഗികളെ ദിവ്യരക്ഷാലയത്തിലേക്ക് കൊണ്ടുവരികയും അത് പെട്ടെന്ന് വളർന്നു. 2 പേര് 20ആയി, 200ആയി. ഇന്ന് 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ 250ഓളം മാനസിക രോഗികൾ ദിവ്യരക്ഷാലയത്തിൽ ശുശ്രൂഷിക്കപ്പെടുന്നുണ്ട്. 350ഓളം രോഗികൾ, തെരുവിൽ മരിക്കേണ്ടവർ ഈ സ്ഥാപനത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. ഏകദേശം 2000-ത്തിലധികം ആളുകൾ ഈ സ്ഥാപനത്തിലൂടെ വന്നു പോയിട്ടുണ്ട്, ശുശ്രൂഷ ലഭിച്ച് സൗഖ്യം ലഭിച്ച് തിരിച്ചു പോയിരിക്കുന്നവർ. അങ്ങനെ ദിവ്യരക്ഷാലയം വളരെ അവിചാരിതമായിട്ട് ഇത് എങ്ങനെ വളരുമെന്നൊന്നും അറിയില്ല എങ്കിലും തമ്പുരാൻ നൽകിയ ഒരു വിളിയോട് പ്രത്യുത്തരം നൽകിയപ്പം തമ്പുരാൻ അതിനെ വളരെയേറെ വളർത്തി. അതൊരു സൈഡ്. രണ്ടാമതൊരു സൈഡ് ഇങ്ങനെ മാനസരോഗികൾക്ക് വേണ്ടി തുടങ്ങി. എങ്കിലും മറ്റ് ആവശ്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ ആ മേഖലകളിലും അതിനോടും റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ദീപിക പത്രത്തിൽ വന്ന ഒരു സെൻസേഷണൽ ന്യൂസും ഒരു പിക്ചറും 9 വയസ്സുകാരൻ ഭരതൻ മാനസിക രോഗിയായ അമ്മയെ ശുശ്രൂഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീണ്ട മുടിയും പ്രാകൃത വേഷമൊക്കെ ധരിച്ച ഒരു കുഞ്ഞിൻ്റെയും അമ്മയുടെയും ഫോട്ടോ ദീപിക പത്രത്തിൽ കണ്ടപ്പോൾ സഹോദരങ്ങൾ, എൻ്റെ ചേട്ടന്മാർ അങ്കമാലി ടൗണിൽ പോയി ഈ അമ്മയെയും കുഞ്ഞിനെയും കൊണ്ടുവന്നു. അങ്ങനെ തുടങ്ങിയതാണ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം. അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയൊരു സ്ഥാപനം. ഇന്നവിടെ 130ഓളം അനാഥരായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ജീവിത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കുട്ടികളും കുറച്ച് അമ്മമാരുമുണ്ട്. വീണ്ടും പിന്നീട് ദിവ്യരക്ഷാലയത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മദ്യപാനികൾ അവർ റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് വന്ന് നിൽക്കുമായിരുന്നു. മദ്യത്തിൽ നിന്ന് അകലുവാനായിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ട് അവർക്ക് സാധിച്ചില്ല. അവർ ദിവ്യരക്ഷാലയത്തിൽ വരുമായിരുന്നു. അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം തുടങ്ങാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യാശാ ഭവൻ എന്ന് പറഞ്ഞുകൊണ്ട് മദ്യപാനികളുടെ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങി. അങ്ങനെ 3 വ്യത്യസ്തങ്ങളായ ശുശ്രൂഷ മേഖലകൾ എൻ്റെ കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ. പക്ഷേ കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ എന്ന് പറയുമ്പോഴും രജിസ്റ്റേർഡ് ചാരിറ്റബിൾ സൊസൈറ്റീസാണ്. അതിനെല്ലാം അതിൻ്റേതായ ബോർഡ് മെമ്പേഴ്സുണ്ട്. അപ്പം ബോർഡ് മെമ്പേഴ്സിൻ്റെ ഡയറക്ഷനിൽ ഇന്ന് 400ഓളം രോഗികളെ, അനാഥരെ ഈ 3 സ്ഥാപനങ്ങളായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. അതിന് കോതമംഗലം രൂപതയുടെ പിതാവിൻ്റെ വലിയൊരു സപ്പോർട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള അയൽവാസികളുടെയും നാട്ടുകാരുടെയും വലിയൊരു സപ്പോർട്ടുണ്ട്. അപ്പോൾ ഒരു കുടുംബം വഴി, ഒരു വ്യക്തി വഴി, ഒരു കുടുംബം വഴി ചെറിയ രീതിയിൽ തുടങ്ങിയ ശുശ്രൂഷ ഇന്ന് മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത വലിയൊരു തലത്തിലേക്ക് തമ്പുരാൻ വളർത്തി. ഉറപ്പായിട്ടും അച്ഛൻ പങ്കുവച്ച ചിന്തകളൊക്കെയും വേറെ പ്രസക്തിയുള്ളതാണ്. അച്ഛൻ്റെ കുടുംബാംഗങ്ങളും ശുശ്രൂഷകളൊക്കെയും വിലമതിക്കാനാവാത്തതാണ്. അച്ഛൻ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഒരു കാലം ഉണ്ടാകട്ടെ അല്ലേ, ഇങ്ങനെയുള്ളവരൊക്കെയും കുടുംബങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന, അവർക്കൊക്കെയും സ്വന്തമായിട്ട് അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന അനിതര സാധാരണമായ ശുശ്രൂഷ മേഖലയെ പറ്റിയൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. തമ്പുരാനായിട്ട് ഏൽപ്പിച്ച ദൗത്യത്തെപ്പറ്റി അതെല്ലാം നമ്മൾ അടുത്ത എപ്പിസോഡിൽ കേട്ടറിയുന്നതാണ്. അതുവരേക്കും അച്ഛ ഒത്തിരി നന്ദി. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ വിശ്വസ്തരാവുക നിങ്ങൾ.
തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും.